CPIM-നെ വിമർശിച്ചാൽ കൊലപാതകമെന്ന് പരോക്ഷമായി പറഞ്ഞ് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ കെ സച്ചിദാനന്ദന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജയിൽ കഥകൾ പുരോഗമിക്കുന്നുവെന്നും എങ്ങോട്ട് പോകുന്നുവെന്ന് നോക്കും എന്നുമാണ് ഫേസ്ബുക്ക് കുറിപ്പ്. 15 മിനിറ്റിനകം ഫേസ്ബുക്ക് പോസ്റ്റിൽ സച്ചിദാനന്ദൻ തിരുത്തൽ വരുത്തി. ഇതിനിടെ കെ സച്ചിദാനന്ദനെ കണ്ടത് വിവാദം അവസാനിപ്പിക്കാനല്ലെന്ന് അശോകൻ ചരുവിൽ. അതിപ്പോൾ അങ്ങനെ ഒരു വിവാദം അവസാനിപ്പിക്കാൻ വേണ്ടി പോയതൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളവിടെ പോകുമ്പോൾ ആഗ്രഹിച്ചത് മാഷ് എന്താണ് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കേൾക്കാം. അത് തന്നെയാണ് നമ്മളെപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോഴൊക്കെ ചെയ്യാറ്. ജനാധിപത്യത്തിൻ്റെ നിലത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ വേണം. ഇടതുപക്ഷ രാഷ്ട്രീയവുമായി സംബന്ധിച്ച് കുറേ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ പരാമർശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. സച്ചിദാനന്ദനെതിരെയുള്ള സൈബർ ആക്രമണങ്ങൾക്കെതിരെ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞതിനെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിക്കരുത്. അദ്ദേഹം ഒരു ഉയർന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സാഹിത്യകാരനാണ്. ചിലപ്പോൾ വൈകാരികമായിട്ടാണ് സാഹിത്യകാരന്മാരൊക്കെ ഇത്തരം കാര്യത്തിൽ പ്രതികരിക്കുക. ഞങ്ങളതിൽ പറയുന്നത് പ്രായോഗികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ തെരഞ്ഞെടുപ്പൊന്നും ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞത്. ഇടതുപക്ഷ സംഘടനാ ബലം ചോർന്നു പോകരുതെന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാണ്. അജ്മൽ ദിറാറാണ് ചേരുന്നത് വിവരങ്ങളുമായി. അജ്മൽ, ഈ രീതിയിൽ ഇപ്പോൾ കെ ശൈലജ പറഞ്ഞതുപോലെ തന്നെ, ടീച്ചർ പറഞ്ഞതുപോലെ പലരും പല രീതിയിലാണ് ഇതിൽ പറയുന്നതെങ്കിലും വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നു. പക്ഷെ അദ്ദേഹം അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഇന്ന് വീണ്ടും പുതിയ പോസ്റ്റ്, അതിൽ ചെറിയ ഒരു തിരുത്തൽ ഒരു 10-15 നിമിഷത്തിനകം ഉണ്ടാവുകയും ചെയ്തു. സ്മിത, നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ കവിയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സഹയാത്രികനും കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റുമൊക്കെയായ കെ സച്ചിദാനന്ദൻ ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒരു പരാമർശവുമായി രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് തുടർഭരണം എന്നത് ഇടതുപക്ഷത്തെ എപ്പോഴും ദുഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബംഗാളിലേക്ക് ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. പാർട്ടി പോലും ആഗ്രഹിക്കാത്ത പലരും ഭരണത്തിലേക്ക് കടന്നു വരികയും ഭരണത്തിലെ സംവിധാനങ്ങളിലേക്ക് അവർ കൈകടത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു വിമർശനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. സ്വാഭാവികമായും ഒരു അഭ്യുദയാകാംക്ഷ എന്നുള്ള നിലയിലുള്ള പ്രതികരണം അതിന് നമുക്ക് കാണാം. അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന് നേരെ ആക്രമണവുമായി അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനവുമായി പലതരത്തിലുള്ള സൈബർ സഖാക്കളും പലതരത്തിലുള്ള സൈബർ കൂട്ടങ്ങളും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പൊതുരംഗത്തെത്തുന്നത് പ്രധാനമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത്രിമാരായ നമ്മുടെ പി രാജീവും അതോടൊപ്പം തന്നെ ശിവൻകുട്ടിയും കെ ശൈലജയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇത്തരത്തിൽ ഇദ്ദേഹത്തോടുള്ള ബഹുമാനത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിമർശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ ഘട്ടത്തിൽ ഇദ്ദേഹം വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സച്ചിദാനന്ദൻ രംഗത്തെത്തി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഈ സൈബർ കൂട്ടങ്ങൾക്ക് ഒരു മാർക്സിസ്റ്റ് തത്വചിന്തകനായ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യത്തെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കെൽപ്പില്ലാത്തത് കൊണ്ടാണ് ഈ വിധത്തിൽ പ്രതികരിക്കുന്നതെന്നായിരുന്നു. അതിനുശേഷമാണ് CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വീണ്ടും സച്ചിദാനന്ദനെ കാണാനായി പോകുന്നതും അതിന് തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും അദ്ദേഹവുമായിട്ട് സന്ദർശനം നടത്തിയ ശേഷം ഒരു അനുനയത്തിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തെത്തുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കുന്നത് CPM-ന്റെ നേതാക്കൾ നിയോഗിച്ച ആളുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെന്ന ഒരു അനുനയ ചർച്ചയിലേക്ക് പോയെങ്കിലും അനുനയത്തിന് വഴങ്ങുവാനുള്ള ഒരു താല്പര്യവും അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്കതിൽ കാണാനാകുന്നത് ജയിൽ കഥകൾ പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തുടങ്ങിയ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനം അദ്ദേഹം പറയുന്ന ഭാഗം കൊല ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിലെന്നുള്ളൊരു രൂക്ഷമായ ഭാഷയാണ് അദ്ദേഹം ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഭാഷയിലൂടെ, ഈ ഒരു സൂചനയിലൂടെ അദ്ദേഹം പരോക്ഷമായി സൂചിപ്പിക്കുന്നത് CPM-ന്റെ മുൻകാല ചില സംഭവ വികാസങ്ങളിലേക്ക് തന്നെയാണ്. വിമർശിക്കുന്നവരെ കൊന്നു തള്ളുന്നു എന്നൊക്കെയുള്ള തരത്തിലുള്ള CPM-നെതിരെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആരോപണം, ആ ആരോപണത്തെ സച്ചിദാനന്ദനെ പോലെ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സഹയാത്രികൻ പക്ഷേ അതിനുശേഷം അദ്ദേഹം ആ കൊല ചെയ്യപ്പെട്ടാൽ എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ തിരുത്തി അതിജീവിച്ചാൽ എന്നാക്കുകയും ചെയ്തു. ഒരു 15 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ അജ്മൽ ദിറാറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.